രജനീകാന്ത് സിനിമയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടുന്നു. ആരത് ഫോണുണ്ടാ? കോഴിക്കോടല്ലേ ഷൂട്ട് എടുക്കുന്ന രജനീകാന്തിന്റെ ഉപ്പാനെല്ലാം വിളിക്കും. അല്ല ഞാൻ ടെൻഷൻ കയറിയിട്ട് ഉപ്പാനെല്ലാം വിളിച്ചിട്ട് രജനീകാന്തിന്റെ സിനിമയിലേക്ക് ആർക്കെല്ലാം ചാൻസ് വേണ്ടേ? എല്ലാവർക്കും. ഹലോ, ഇതില് ഇങ്ങനെ സിനിമയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടുന്നു പറഞ്ഞിട്ടൊരു പോസ്റ്റർ കണ്ടു. അപ്പൊ എങ്ങനെയാ, എന്ത് റോളാ, എവിടെയാ വരേണ്ടത്, എങ്ങനെയാന്ന് നമുക്ക് ചാൻസ് കിട്ടുമോ? നമ്മൾ എറണാകുളത്ത് നിന്നാ. ദുൽഖറിന്റെ പടത്തിലാ? നമ്മളിവിടെ ഒരു 6 പേരുണ്ട് നമ്മള്. ആ 50 ആളോ? 50 ആളില്ല, നമ്മൾ 6 പേരുള്ളൂ. നമ്മളൊരു ടീമാണ്, 6 ആൾക്കാരുള്ളത്. നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? എന്ത് സീന്? ഗാലറിയിൽ ക്രിക്കറ്റ് കളി കാണുന്നേ ഓഡിയൻസ് ആയിട്ടോ? അപ്പൊ അഭിനയിക്കാൻ ഇതില്ല. നമുക്ക് എന്തെങ്കിലും ഡയലോഗുള്ള എന്തെങ്കിലും റോള് കിട്ടുമോ? ഓ, അതിങ്ങനെ നോക്കാലാ. ഇങ്ങനെ കയറിയ ആ ഡയലോഗുള്ള റോള് കിട്ടുമായിരിക്കല്ലേ കുറച്ച് കഴിഞ്ഞാല്? ഇങ്ങനെ തന്നെ അല്ലേ എല്ലാവരും അല്ലേ? ചേട്ടന് ഇതിന്റെ എന്തിന്റെ പരിപാടിയാ? ചേട്ടന് ഇതിൽ എന്തിന്റെ പരിപാടിയാ? ആൾക്കാരാക്കുന്നതാണോ, പ്രൊഡക്ഷനാണോ? ആ, കാസ്റ്റിംഗ് അല്ലേ? ആ, ശരി ശരി. നമ്മളെന്നാ 6 പേരും വരട്ടെ. ആ, ഫോട്ടോ അയക്കാം. ഇപ്പൊ എല്ലാം എവിടെയാ വരണത്? സ്ഥലം എവിടെയാ? ആ, ഫോട്ടോ അയച്ചുതരാം. പിന്നെ എത്ര പൈസ കിട്ടും ഒരാൾക്ക്? വയസ്സന്മാർ വേണ്ട. അപ്പൊ 5 പേരേ ഉള്ളൂ. ഒരാള് വയസ്സായ ആളാണ്. അപ്പൊ 5 പേരെ ഉണ്ടാവും കേട്ടോ. അവർക്ക് അഭിനയിക്കാൻ പറ്റൂല. 45 വയസ്സുണ്ട്. സതീശ് നീ വേണ്ട. 45 കുഴപ്പമില്ല. അപ്പൊ എന്തായാലും 24-ാം തീയതി നമ്മളവിടെ ഉണ്ടാവും. നമ്മളിപ്പോ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചുതരാം കേട്ടോ. പിന്നെ ഒരാൾക്ക് എത്ര പൈസ കിട്ടും? 700? ബിരിയാണി ഉണ്ടോ? ഫുഡ് ഉണ്ടോ? ഫുഡ്? ഓ, താങ്ക് യു. അത് മതി. 700-ഉം ഫുഡും. ബിരിയാണി ആയിരിക്കൂലേ? ചേട്ടന്റെ പേരെന്താ? റിജു അല്ല? നമ്മളെന്തായാലും ഫോട്ടോ അയച്ചുതരാം. 25-ാം തീയതി നമ്മൾ എന്തായാലും ഒരു 5 ആളുണ്ടാവും. ഇല്ല, ലൊക്കേഷൻ അവർ പറഞ്ഞുതരും. എത്ര പേര് വേണം പറ, നമ്മൾ സെറ്റ് ആക്കി തരാം. ആളുണ്ട്. എത്ര പേര് വേണം? 50 പേരാ? ഓക്കെ, ഒരു മിനിറ്റ് ചേട്ടാ. 50 ആൾക്കാർ വേണം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. പറ്റുന്നവരിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോ, ഇതിലേക്ക് വിളിച്ചോ. 700 ദുൽഖറിന്റെ സിനിമയാണ്. 700 രൂപയും ബിരിയാണി കിട്ടും. ബിരിയാണി ആയിരിക്കും മിക്കവാറും. 700 രൂപ ഫുഡും കിട്ടും. ഓക്കെ, പറ്റുന്നവരിലും വിളിച്ചോ. ചേട്ടാ എന്തായാലും കുറച്ച് കോൾ വരും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പിള്ളേരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഫോട്ടോ അയച്ചുതരാം. പിന്നെ ദുൽഖറുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊരു ചാൻസ് കിട്ടോ? ചേട്ടാ പറ്റുമെങ്കിൽ ഒരു ഡയലോഗ് ഉള്ള ഒരു റോള് കിട്ടുവാണെങ്കിൽ നല്ലായിരുന്നു. കുറേ ആയി ഇതിന് ഇറങ്ങിയിട്ട്, ഇതുവരെ നല്ല റോളൊന്നും കിട്ടിയില്ല. ആ, ഇറങ്ങിത്തിരിക്കാം. ഞാൻ റെഡിയാ, ഞാൻ എല്ലാത്തിനും റെഡിയാ. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് എന്ത് അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മാറിയിക്കട്ടെ, ഒരു കാര്യം പറയാം. അല്ല ചേട്ടാ, പിന്നെ ഞാൻ പിന്നെ ആരും പറയുന്ന കേട്ടോ, നമ്മളിങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റോളെല്ലാം കിട്ടും എന്നുള്ളൊരു ഇത് കേട്ടിന് സിനിമ ഫീൽഡിലെല്ലാം. അങ്ങനെ ഉണ്ടാ? നമ്മളിങ്ങനെ അങ്ങനത്തെ ഇതൊന്നുമില്ല, നമ്മൾ എന്തിനും റെഡിയാണ്. ആണോ? അല്ലാണ്ട് വേറെ ആണോ? വേറെ കുറുക്ക് വഴിയൊന്നും ഇല്ലല്ലേ? ഓഡീഷനോ? അല്ല, ഞാൻ ഓഡീഷനെല്ലാം പോയതാ. ഞാൻ ഒരിക്കൽ ഓഡീഷന് പോയിട്ട് മൊത്തം ഫ്ലോപ്പായി പോയി. എന്നെ കൊണ്ട് നടക്കുന്നുണ്ടായില്ല. അല്ല, നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ എന്തെങ്കിലും നടക്കുമോ? എന്തായാലും അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാവില്ല, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഹെൽപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തോ ആവാലോ. ചേട്ടൻ അറിയാറ് പോലെ. ഹലോ, പൊതുവേ സിനിമ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇല്ലേ? ഞാൻ അങ്ങനെ കേട്ടോ. അങ്ങനെയല്ല, നമ്മളൊരു ചേട്ടനോട് ഇത്രയും സംസാരിച്ച് പരിചയത്തിന്റെ പേരിൽ പറയുന്നതാണ് കേട്ടോ. അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് റെഡിയാകുന്ന അത്രേ ഉള്ളൂ. ഇനി അയാള് ചാൻസ് തരില്ല. ദുൽഖർ സൽമാന്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയത് ഇവൻ നശിപ്പിച്ചത്. നീ തന്നെ നശിപ്പിച്ചത്.
അയാള് മാന്യമായിട്ട് സംസാരിക്കുമ്പോ എടാ, ഞാനും മാന്യമായിട്ടല്ലേ പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്? എടാ, നീ adjustment എന്താ എന്ന് പറഞ്ഞാൽ പറഞ്ഞത്? എന്തുവാ? എന്തിനും റെഡിയാ എല്ലാം കൊടുത്ത് നല്ല ആ പൈസ കൊണ്ട് കൈക്കൂലി കൊടുത്തിട്ട് പൈസ അല്ല നീ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഓനെന്ന് പറയണം. അടുത്ത കേസിൽ ഓടിക്കാണെങ്കിൽ ഞാൻ നോക്കൂല. എന്ത് കേസ്? എടാ, ഇത് നമ്മള് പറഞ്ഞ കൈക്കൂലി കൊടുത്തിട്ട് ആക്കാനാ. ആ, പിന്നെ എന്ത്? ഇതെന്തിന്റെ ചിഹ്നാണ്? ഇതെന്തിന്റെ ചിഹ്നം? മണലില്ലോ. എടാ, അത് ചാറ്റ് അങ്ങനെ പലതും പറയാം. പൈസ എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ആ, അതാ. നല്ല റോഡ് പൈസ കൊടുത്ത് കിട്ടുമെങ്കിൽ ആക്കാം. എടാ, ഇതെന്താ ഒരു മിനിറ്റ് ആരോ സൂപ്പർ ചാറ്റ് ഇട്ടിട്ടേ ഒരു മിനിറ്റ്. ഷമീർ 1 hour ഒറ്റ റേറ്റ് പറ. ഷമീർ 1 hour ഒറ്റ റേറ്റ് പറ. ഒറ്റ റേറ്റ് പറ. ഒറ്റ റേറ്റ്. മോഹൻ മാമൻ. എടാ മോഹന കളവ നിനക്ക് താങ്ങൂല റേറ്റ് കേട്ടാ. അല്ല നീ റേറ്റ് പറ. സാധാ റേറ്റ് പറ. 1 മണിക്കൂർ നീ ഇവിടെ കൊടുക്കണം. നോർമലി 1 hour റേറ്റ് ഒന്നും ഇപ്പൊ കൊച്ചിയിൽ എത്ര 1 ഇപ്പൊ മണിക്കൂർ? പാലാരിവട്ടത്ത് നിങ്ങൾക്ക് ഒരു റേറ്റ് ഉണ്ടല്ലോ. അത് പറ. എല്ലാം ഇവിടുന്ന് കടമക്കുടി മാറ്റി മാറ്റിയാ? കുറച്ചാ? ഓഫർ ഉണ്ടോ? എന്തോ 99 രൂപയാണ് കുറച്ച് എന്തോ ഓഫർ രണ്ട് ഓഫർ ഉണ്ട്. ഡബിൾ ഓഫർ എന്റെ റേറ്റ് ഞാൻ പറയാം. ഡബിൾ ഓഫർ ഉണ്ട്. 10,000. 10,000? എന്തിന്? നീ 10 കൊല്ലം പണിയെടുക്കാൻ വേണ്ട. അങ്ങനല്ല 1 hour വെച്ചത്. അത് buy one get two free ആണ്. 10,000ത്തേക്ക് 10 സെക്കൻഡ് അത്ര.